ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ 10ാമത്തെ പാഠഭാഗമായ സിംഹരാജനും മാൻകുഞ്ഞും എന്ന ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ 2ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും അതിലിരുന്ന് കാണാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. നോക്കൂ, ആദ്യം തന്നെ ആരെയാണ് മക്കൾ കാണുന്നത്? സിംഹത്തെയാണല്ലേ. സിംഹം ഒരു കാട്ടിലെ രാജാവാണ്. സിംഹം മക്കൾക്കറിയാലോ. അപ്പൊ രാജാവായ സിംഹം എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ? നായാട്ടിന് പോവാം എന്നാണ് പറയുന്നത് അല്ലേ. നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്നതിനെയാണ് നായാട്ട് എന്ന് പറയാറ് കേട്ടോ. ഇപ്പൊ സിംഹവും പുലിയും ഒക്കെ മാനിനെയും മുയലിനെയൊക്കെ പിടിക്കാൻ പോവാറില്ലേ, അത്. ഓക്കെ, എന്നിട്ടോ ആരോടാണ് ചോദിക്കുന്നേ? അവിടെ പുലിയുണ്ട്, കടുവയുണ്ട്, അതുപോലെ കുറുക്കനുണ്ട് അല്ലേ. സിംഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി. മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല. വയസ്സായി. ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽക്കുഞ്ഞിനെ പോലും കിട്ടില്ല. അതാ ഈ സ്നേഹം. രാജാവല്ലേ, എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ആവാമല്ലോ, നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ. കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു. അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി. ആരൊക്കെയാണ് മക്കളെ നായാട്ടിന് പോകുന്നത്? സിംഹം, കടുവ, പുലി, കുറുക്കൻ, ചെന്നായ. ഇവർ 5 പേരും കൂടി നായാട്ടിന് പോവുകയാണ് കേട്ടോ. എന്നിട്ടോ ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു. നല്ല ചന്തമുള്ള പുള്ളിമാൻ. കൊമ്പ് മുളച്ചു വരുന്നേ ഉള്ളൂ. നല്ല രുചിയായിരിക്കും. പുലി പറഞ്ഞു. എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിന്റെ കരച്ചിൽ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, വല്ലതും തിന്നാൻ തായോ. ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു. നീ ഞങ്ങളുടെ ഇരയാണ്. ഞങ്ങൾക്ക് വിശന്നത് കൊണ്ടല്ലേ നിന്നെ പിടിച്ചത്, സിംഹം പറഞ്ഞു. അതെ, ശരിയാ, എല്ലാവരും ഏറ്റുപറഞ്ഞു. അയ്യോ, സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട്. മാൻകുഞ്ഞ് ഷാഠ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു. ഷാഠ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാശി പിടിച്ച് എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു കേട്ടോ. അപ്പം ആദ്യം അവർക്ക് കിട്ടിയത് ഒരു മാൻകുട്ടിയെയാണ്, പുള്ളി മാൻകുട്ടി അല്ലേ. എല്ലാവരും അതിനെ പങ്കുവെക്കാൻ വേണ്ടി നിന്നപ്പോൾ മാൻകുഞ്ഞ് എന്താ പറഞ്ഞേ? എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞു അല്ലേ. ശല്യമായല്ലോ. വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല. ആരെങ്കിലും പോയി ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ, സിംഹരാജൻ കൽപ്പിച്ചു. എന്താണ് പറഞ്ഞത്? മാൻകുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സിംഹം എന്താ പറഞ്ഞേ? വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അവരോട് ആരോടെങ്കിലും മാനിന് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കടുവയും ചെന്നായും ഓടിപ്പോയി. തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു. അത് മണത്ത് നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു, ഛർദിച്ചു. ഇതൊന്നും ഞാൻ കഴിക്കില്ല, എന്റെ ഭക്ഷണം ഇതല്ല. മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടുചോലക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു. പുല്ല് തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് തോറ്റല്ലോ, ഇനി എന്തിനാ കരയുന്നേ? കടുവ ചോദിച്ചു. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, മാൻകുഞ്ഞ് ചിണുങ്ങി കരഞ്ഞു. ഇനി ഇതിനെ തിന്നാം. കുറുക്കന്റെ വായിൽ വെള്ളമൂറി. സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി. കരയുന്ന മാൻകുഞ്ഞെ മണപ്പിച്ചു നോക്കി. ഇപ്പൊ എന്താ മക്കളെ സംഭവിച്ചേ? മാനിന് തലേന്ന് കഴിച്ച ഇറച്ചിയുമായിട്ട് ചെന്നായും കടുവയും കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷെ അത് മാൻ കഴിക്കുമോ? ഇല്ലല്ലേ. മാന് സസ്യാഹാരിയാണ്, അഥവാ പുല്ല് പോലുള്ള വസ്തുക്കളെ അത് കഴിക്കാറുള്ളൂ അല്ലേ. എന്നിട്ട് കുറുക്കൻ പുല്ല് കൊണ്ടുവന്ന് കൊടുത്തു. അതിനുശേഷം പിന്നെയും മാൻകുട്ടി കരയാൻ തുടങ്ങി. ഇനി എന്തിനാ കരച്ചില്? അതെ, അവന്റെ അമ്മയെ കാണാൻ വേണ്ടിയാണ് കരഞ്ഞതല്ലേ. അപ്പൊ അമ്മയെ കാട്ടിക്കൊടുക്കോ എന്നൊക്കെ നമുക്ക് നോക്കാം. മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞു. സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നു. നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും. കടുവയും ചെന്നായും പാറപ്പുറത്ത് നഖമുരച്ച് മുരണ്ടു. ഇവൾ കുഞ്ഞല്ലേ, നമുക്കിവളെ വളർത്താം. സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിന്റെ പുറത്ത് തലോടി. സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു. മാൻകുഞ്ഞിന് അതിന്റെ അമ്മയെ ഓർമ്മ വന്നു.
അപ്പം എന്താ സംഭവിച്ചേ? മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ സിംഹത്തിന് ദയ തോന്നിയല്ലേ? സിംഹത്തിന് മാനിനോട് സ്നേഹം തോന്നി. നമുക്കിവളെ വളർത്താം, ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അങ്ങനെ സിംഹത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് നമ്മുടെ മാൻകുഞ്ഞതിൻ്റെ അമ്മയെ ഓർമ്മ വന്നത്. ഇനി നോക്കൂ, അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നിട്ടോ കഥ പൂർത്തിയാക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി കഥ നമ്മൾ എഴുതണം കേട്ടോ. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? മാൻകുഞ്ഞ് അമ്മയെ ഓർത്ത് സങ്കടപ്പെട്ടു. സിംഹം അത് ശ്രദ്ധിക്കുകയും അതിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അടുത്ത ദിവസം കുറുക്കനോടും കടുവയോടും സിംഹം ആ മാൻകുഞ്ഞിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ കൽപ്പിച്ചു. അവർ രണ്ടുപേരും കൂടി മാനുകളുടെ കൂട്ടത്തിൽ പോയി അന്വേഷിച്ചു. അവസാനം കുഞ്ഞിനെ ആലോചിച്ച് കരയുന്ന അമ്മയെ അവർ കണ്ടു. അവർ അവളുടെ അടുത്തേക്ക് പോയി. ആ അമ്മ അവരെ കണ്ട് പേടിച്ചിരുന്നു. അവർ വിവരങ്ങൾ പറഞ്ഞു. അമ്മ മാനിന് സന്തോഷമായി. അവൾ അവരുടെ കൂടെ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മയെ കണ്ടതും മാൻകുഞ്ഞ് ഓടി വന്നു. അമ്മ അവളെ ഒരുപാട് ഉമ്മ വെച്ചു. ആ സ്നേഹം കണ്ട് സിംഹവും കൂട്ടരും പുഞ്ചിരിച്ചു. സിംഹരാജനോടും കൂട്ടുകാർക്കും നന്ദി പറഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ച് കാട്ടിലേക്ക് പോയി. ഇനി അടുത്ത് എന്താ നോക്കൂ, കഥ വായിച്ചല്ലോ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത് അല്ലേ? കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് മക്കളെ? സിംഹം, കടുവ, കുറുക്കൻ, പുലി, ചെന്നായ, പിന്നെ മാൻകുട്ടിയും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വേട്ടക്കാർ കൂട്ടത്തോടെ എപ്പോഴായിരുന്നു? മാൻകുഞ്ഞ് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണല്ലേ? ഇനി നോക്കൂ, കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യോത്തര പയറ്റ് നടത്താമെന്നാണ് നമ്മളോട് പറയുന്നത്. കഥയിൽ നിന്ന് വേറെയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താം. ഓക്കെ, ഒന്നാമത്തേത് നോക്കൂ, നമുക്കെല്ലാവർക്കും നായാട്ടിന് പോകാമെന്ന് പറഞ്ഞതാരാണ്? സിംഹം. 2, വേട്ടക്കാരുടെ വലയിൽ ആദ്യം അകപ്പെട്ടതാര്? മാൻകുട്ടി. 3, മാൻകുഞ്ഞ് ആദ്യം എന്തുകൊണ്ടാണ് കരഞ്ഞത്? വിശന്നതുകൊണ്ട്. 4, ആരാണ് മാനിന് പഴയ മാംസം കൊടുത്തത്? കടുവയും ചെന്നായയും. 5, കുറുക്കൻ എന്താണ് മാനിന് കഴിക്കാൻ കൊടുത്തത്? ഇളം പുല്ല്. 6, എന്തുകൊണ്ടാണ് മാൻകുഞ്ഞ് മാംസം കഴിക്കാതിരുന്നത്? കാരണം മാൻ മാംസഭുക്കാണ്. 7, മാൻകുഞ്ഞ് പിന്നെയും കരഞ്ഞത് എന്തുകൊണ്ട്? അമ്മയെ കാണാൻ. 8, സിംഹം ആരെയാണ് തറപ്പിച്ചു നോക്കിയത്? കുറുക്കനെ. 9, മാൻകുഞ്ഞ് ആരെയാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞത്? സിംഹത്തെ. 10, സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നു, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും എന്ന് പറഞ്ഞതാരാണ്? കടുവയും ചെന്നായും. 11, സിംഹത്തിൻ്റെ ദേഹത്ത് മുഖം ചേർത്ത് കിടന്നപ്പോൾ മാൻകുഞ്ഞ് ആരെയാണ് ഓർമ്മ വന്നത്? അമ്മയെ. വേറെയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും, മക്കൾ എഴുതി നോക്കണേ. ഇനി അടുത്തത് നോക്കൂ, വിരൽ ചിത്രങ്ങൾ. താഴെ നോക്കൂ, ഒരുപാട് വിരൽ കൊണ്ട് ചെയ്ത ഒരുപാട് വർക്കുകൾ ഉണ്ടല്ലേ, ചിത്രങ്ങളുണ്ട്. വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളോടും ഇതുപോലെ വിരലിൽ പെയിൻറ് കൊടുത്തിട്ട് ഓരോരോ പിക്ചേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, ഡോഗ് ഉണ്ട്, ഇവിടെ നായുണ്ട്, ജിറാഫുണ്ട്, മീന്, തേനീച്ച, എട്ടുകാലി, മുയൽ, കിളി, ഒരുപാട് ജീവികളും ഒരുപാട് സാധനങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പം മക്കളും ഇതുപോലെ ചെയ്ത് നോക്കണേ. അടുത്തത് എന്താണ്? കാട്ടിലൊരു ഉത്സവമേളം. മന്ദാരക്കാട്ടിൽ ഉത്സവമാണ്. കാട്ടിലെ ജീവികളെല്ലാം ഉത്സവത്തിന് ഒത്തുകൂടി. ഒപ്പം നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റ് ജീവികളും വിരുന്നെത്തി. നോക്കൂ, അവിടെ ഒരുപാട് ആനിമൽസ്, മൃഗങ്ങളുണ്ടല്ലേ, പക്ഷികളുണ്ട്. ആന, പുലി, മുയൽ, മാൻ, എലി, കുരങ്ങൻ, പാമ്പ്, എല്ലാതരം ജീവികളും അവിടെയുണ്ടല്ലേ. അതിന് താഴെ നോക്കൂ, നമുക്ക് അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒപ്പം പാടി നോക്കാം അല്ലേ? കൊട്ടും കുരവയും കേട്ടുവല്ലോ, ആട്ടവും പാട്ടുമാണിന്നു കാട്ടിൽ, ചില്ലതൻ തുഞ്ചത്ത് തൂങ്ങിയാടി, കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി, കുമ്പയും തുമ്പിയും കൊമ്പുമായി, ചിഹ്നം വിളിച്ചുകൊണ്ടാന പോയി, ചാടിക്കുതിച്ചുപോയി ചെമ്പൻ മുയൽ, പാറിപ്പറന്ന് പരുന്തുപോയി, ചേരയും അണലിയും ഇഴഞ്ഞുപോയി, കാട്ടിലി മണ്ണും തുരന്നുപോയി, പുള്ളിമാൻ തുള്ളി തെറിച്ചുപോയി, പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി, കാട്ടിലിന്നാട്ടവും പാട്ടുമുണ്ടേ, കൂട്ടരെ നമ്മളും പോകയല്ലേ. നല്ലൊരു പാട്ടാണല്ലേ. എല്ലാ മൃഗങ്ങളും ആരെല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു പാട്ടിൽ പറയുന്നുണ്ട്. ആരൊക്കെയുണ്ട് മക്കളെ? എലിയുണ്ട്, ആനയുണ്ട്, മുയലുണ്ട്, മാനുണ്ട്, പിന്നെ പുലികളുണ്ട് അല്ലേ, അണലി, ചേര,
പരുന്ത്, എല്ലാതരം ജീവികളും കാട്ടിലെ ഉത്സവത്തിന് എത്തിയിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കൂ, അഭിനയിക്കാം. ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത്? അഭിനയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? മക്കളുടെ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചിട്ട് ഓരോരുത്തരും ഓരോ ജീവികളാവാം. ഒരാൾ പുലി, ഒരാൾ മുയൽ, ഒരാൾ മാൻ. ഓക്കെ, മാനൊക്കെ എങ്ങനെയാണ് ചാടി ചാടിയ വന്നിട്ടുള്ളത് അല്ലേ? പുള്ളിപ്പുലി എങ്ങനെയാണ് പതുങ്ങിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. മക്കളൊക്കെ ചെയ്യണേ. ഇനി അടുത്തത് നോക്കൂ, നിർമ്മിക്കാം. പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തരാം, അതുപോലെയൊക്കെ മക്കൾ ഉണ്ടാക്കണേ. നോക്കൂ, പൂച്ചയുണ്ട്, സീബ്ര, കടുവ, അതുപോലെ സിംഹം, ഹിപ്പോ, പുലി, പാൻഡ, എലഫന്റ് അല്ലേ, ആന, എല്ലാ ജീവികളെയും ഉണ്ടാക്കിയ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ അച്ഛനോടും അമ്മയോടും ടീച്ചറോടും ഒക്കെ സഹായം ചോദിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത പ്രവർത്തനം എന്താണ്? വായിക്കാം. കുഞ്ഞിയുടെ കരച്ചിൽ. മ്യാവൂ മ്യാവൂ. കുഞ്ഞി പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അവൾ എന്തിനാവും കരയുന്നത്? അമ്മയോട് ചോദിക്കാം. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു. എന്നാൽ അച്ഛനോട് ചോദിക്കാം. അച്ഛാ എന്തിനാണ് കുഞ്ഞ് കരയുന്നേ? ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇനി ആരോട് ചോദിക്കും? ചേട്ടനോട് ചോദിച്ചാലോ? കുഞ്ഞി പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത്? ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി. ഇനി എന്തു ചെയ്യും? കുഞ്ഞിയോട് തന്നെ ചോദിക്കാം. പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ. കുഞ്ഞി, നീ എന്തിനാ കരയുന്നേ? വിശന്നിട്ടാണോ? മ്യാവ്, അവൾ തലയാട്ടി. കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. അപ്പം എന്താണ് നമ്മൾ കണ്ടത്? ആ ഒരു കുഞ്ഞി പൂച്ചയുടെ കഥയാണല്ലേ. ഇപ്പൊ വിശന്ന് കരയുന്ന കുഞ്ഞിയോടാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് അല്ലേ? ഒരു കുഞ്ഞ് കരയുകയാണെങ്കിൽ നമ്മൾ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലേ. ആ കുഞ്ഞിനോട് തന്നെ ചോദിക്കണം, ആ കുട്ടിയോട് തന്നെ ചോദിക്കണം, നീ എന്തിനാ കരയുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കാരണം മനസ്സിലാവുകയുള്ളൂ അല്ലേ. അപ്പം ഇവിടെ നോക്കൂ, ഒരു കുഞ്ഞിപ്പൂച്ച വിശന്നിട്ടാണ് കരഞ്ഞത്. അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അറിയില്ല എന്തിനാ കരയുന്നതെന്ന്. അച്ഛനോട് ചോദിച്ചു, അച്ഛനും അറിയില്ല, ചേട്ടനും അറിയില്ല. അവസാനം ആ കുട്ടി എന്താ ചെയ്തേ? കുഞ്ഞിപ്പൂച്ചയോട് തന്നെ ചോദിച്ചു അല്ലേ. അപ്പൊ വിശന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവൾ മ്യാവു എന്ന് പറഞ്ഞ് തലയാട്ടി. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ആരോടാണ്? കരയുന്ന ആളോട് തന്നെയാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് അല്ലേ, എന്തിനാണ് കരയുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. നമ്മുടെ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണല്ലേ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്